ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എന്തല്ല ചങ്ങായിമാരെ, എല്ലാവർക്കും സുഖമല്ലേ? പിന്നെ ഇന്ന് രാവിലെ ഞങ്ങളൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നൊരു വാർത്തയാണ് ഷാർജയിൽ മലയാളി കുത്തേറ്റ് മരിച്ചു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ എന്താണ് കാരണം എന്ന് നോക്കിയപ്പോഴാണ് ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പിലൂടെ പല പ്രശ്നങ്ങളുണ്ടായി. ആ പ്രശ്നങ്ങളാണ് കൊലപാതകത്തിന് കാരണം എന്ന് പറഞ്ഞപ്പോൾ ഈ കുത്തിയവനോടും കൊണ്ടവനോടൊക്കെ എനിക്ക് പുച്ഛമാണ് തോന്നുന്നത് കേട്ടാ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, പ്രവാസ ലോകത്തേക്ക് വരുന്നത് കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ വരുന്ന ഒരുപാട് പ്രവാസികളുണ്ട്. പക്ഷെ അവരാരും ഇതിന് നിൽക്കില്ല എന്നുറപ്പുണ്ട്. നാട്ടിലൊക്കെ കുതിര കളിച്ച് നാട്ടിൽ നിന്നും എങ്ങനെയെങ്കിലും ആൾക്കാരെ മുന്നിൽ പുറത്തിറങ്ങാൻ പറ്റാത്ത രക്ഷിതാക്കളും മക്കൾ എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് സമാധാനത്തിൽ ജീവിക്കാം എന്ന് പറഞ്ഞ് കയറ്റി അയക്കുന്ന ഒരുപാട് രക്ഷിതാക്കളും ഉണ്ട് കേട്ടാ. ഗൾഫിൽ പോയാലെങ്കിലും മറ്റുള്ള രാജ്യങ്ങളിൽ പോയാലെങ്കിലും എൻ്റെ മകൻ നന്നാവും എന്ന് പറഞ്ഞിട്ട് മുടക്കിയിട്ട് ഗൾഫിലേക്ക് അയക്കുന്ന ഒരുപാട് രക്ഷിതാക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിൻ്റെ പട്ടിണി മാറ്റാൻ വരുന്നവരാരും ഇങ്ങനെ പോവില്ല. അപ്പോൾ ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാം. കൊണ്ടവൻ മരിച്ചു പോയി, കുത്തിയവൻ ജയിലിലേക്കും പോയി. അവൻ്റെ കൂടെ പോയവരുണ്ട്, രണ്ടാളെ ഭാഗത്തും പോയവരുണ്ട്. അവരെന്തായി? അവരും ഉള്ളിലായി. അപ്പോൾ ഇങ്ങനെയുള്ളവരോടൊക്കെ പറയാനുള്ളത്, ആരും തന്നെ എന്താക്കരുത്, മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഇതുപോലത്തെ കുതിര കളിക്കാനൊന്നും നിൽക്കരുത്. നിങ്ങൾക്ക് വേണം ടിക്ടോക്കിലൂടെ അല്ലേ, കുടുംബ പ്രശ്നവും കാര്യമൊന്നുമല്ലല്ലോ. ടിക്ടോക്ക് എന്ന് പറയുന്ന ആപ്പ് അവിടെ അങ്ങ് ഒഴിവാക്കിയ പോലെ ചങ്ങായിമാർ, ഈ ടിക്ടോക്കിൽ നിന്ന് നിങ്ങൾക്ക് എന്താ കിട്ടുന്നതെന്ന് ചോദിക്കുമ്പോൾ ചില ആൾക്കാർ കോടികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ദുബായിലൊക്കെ രാവിലെ തുടങ്ങിയ വൈകുന്നേരം വരെ ഇതന്നെ ഈ ലൈവിൽ വന്നിട്ട് കുളിക്കുക, നനക്കുക, പൗഡർ ഇടുക, തുണി പൊന്തിക്കുക, കാല് പൊന്തിക്കുക, കൈ പൊന്തിക്കുക, അങ്ങനെയൊക്കെ പരിപാടികളാണ്. കോടികൾ ഉണ്ടാക്കിയവരുണ്ട്. ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കണ്ടിട്ടുണ്ടായി ദുബായിലുള്ള ഓരോരോ ആൾക്കാരെ വീടുകൾ കോടികളുടെ വീടാണെന്നൊക്കെ പറഞ്ഞ് ചാനലിലൊക്കെ വന്ന് പറയുന്നുണ്ട്. പക്ഷെ എന്താ ജോലി എന്താണെന്ന് അവർക്ക് പോലും അറിയില്ല. ജോലി എന്താണെന്ന് ചോദിച്ചാൽ അവർക്ക് ജോലിയില്ല. പണിയെടുത്തിട്ട് 24 മണിക്കൂർ രാവിലെ പകലില്ലാതെ പണിയെടുത്തിട്ട് ഒരു വീടുണ്ടാക്കിയവൻ ബാങ്ക് ലോണും കാര്യങ്ങളും മറ്റുള്ള പ്രശ്നങ്ങളും കൊടുക്കാനും കടങ്ങളായിട്ട് മുങ്ങി കളിക്കുമ്പോഴും ദുബായിലൊന്നും ഒരു പണിയും ഇല്ലാത്തവർ വന്നിട്ട് കോടികളുടെ വീടുണ്ടാക്കിയിട്ട് ഞാൻ ദുബായിൽ ഇതാണ് എന്താണ് ദുബായിൽ ഇതന്നെയാണ് പരിപാടി. ഈ ലൈവിൽ പോവുക, ടിക്ടോക്കിൽ അത് ഇതാക്കുക, അങ്ങനെയൊക്കെയാണ് ആളുകൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങളോടൊന്ന് പറയാനുള്ളത്, നിങ്ങൾ ഉണ്ടാക്കുന്ന മുതൽ നല്ലതാണോ, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുമോ, ഫാമിലിക്ക് കൊടുക്കാൻ പറ്റുമോ എന്ന് ചിന്തിച്ചിട്ട് നിങ്ങൾ ഈ ടിക്ടോക്കിലൊക്കെ പോയിട്ട് കിട്ടുന്ന പൈസ നിങ്ങളെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുമ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. ഇന്ന് നിങ്ങളിങ്ങനെയാണെങ്കിൽ നാളെ നിങ്ങളെ മക്കൾ എങ്ങനെയായിരിക്കുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. ഈ പറയുന്ന എൻ്റെ മക്കളെ കുറിച്ച് എനിക്കൊരു വിശ്വാസം ഇല്ല. കാരണം മക്കളെ സ്വഭാവം പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരോടും പറയാനുള്ളത്, മക്കളെ ഇങ്ങനെയുള്ള ചൊറക്കൊന്നും കൂടെ തന്നെ പോകരുത്. ഈ കൂടെ പോയ ചങ്ങായിമാർ ഇപ്പോൾ ഉണ്ടല്ലേ, മരിച്ചോൻ പോയി, ബാക്കി കൂടെ പോയവരുണ്ടല്ലേ, അവരോടൊക്കെ പറയാനില്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾക്കൊന്നും ഒരിക്കലും എന്താക്കരുത്. മറ്റുള്ള രാജ്യങ്ങളിൽ പോയിട്ട് ഓനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഓൻ്റെ കൂടെ പോകാനോ ഒരിക്കലും നിൽക്കരുത്. പ്രശ്നം ഉണ്ടാ പറഞ്ഞു തീർക്കുക. അപ്പോൾ എല്ലാവരോടും സ്നേഹം മാത്രം.